നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ആത്മാവ്, പരമാത്മാവ്, പരബ്രഹ്മം, പുരുഷോത്തമൻ, അത് നീ തന്നെയാണ്. നീ സനാതനനാണ്, എന്നുമുള്ളവനാണ്, യാതൊരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നവനാണ് നീ. ഇതാണ് മേ മത, എൻ്റെ അഭിപ്രായം. അത്രയും വരെ അർജുനന് ഇതാ തെളിഞ്ഞു കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, തുടർന്ന് ഭഗവാന്റെ രൂപം വർണ്ണിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, നിന്റെ ഈ രൂപം കണ്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴിതാ ഭയം ഉണ്ടാകുന്നു. ക്രമേണ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അർജുനന്റെ മനസ്സിൽ രജോ ഗുണം ഇങ്ങനെ സ്പന്ദിച്ചു വരാൻ തുടങ്ങി. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാത്വിക ഗുണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ആ സാത്വിക പ്രാണനിൽ അഖണ്ഡമായി നിൽക്കുന്ന ആ ഭഗവത് രൂപം കണ്ട് സന്തോഷിച്ചത്. ഇപ്പോഴും ആ സാത്വിക പ്രാണൻ നിറഞ്ഞു നിൽപ്പുണ്ട്. പക്ഷേ രജസിത ക്രമേണ അതിൻ്റെ ചലനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ആ ഭഗവത് സ്വരൂപം കാണാൻ കഴിയും. പക്ഷെ അതിലെ രജസിൻ്റെതായ കാമക്രോധാദി ഭീകര രൂപ സ്വഭാവങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കണ്ടുവരുന്നു. ഭഗവാനെ, നിന്റെ ഈ രൂപം കണ്ടിട്ട് എനിക്ക് ഭയം വരുന്നുണ്ട്. ലോകത്തിലുള്ള എല്ലാ ജീവരാശിക്കും ഭയം വരുന്നുണ്ട്. 25-ാമത്തെ ശ്ലോകം നോക്കൂ. ദംഷ്ട്രാകരാളാനി ച തേ മുഖാനി. നിന്റെ മുഖങ്ങള് കരാളങ്ങളാണ്, ഭയങ്കരങ്ങളാണ്, ഭീതിയെ ഉണ്ടാക്കുന്നതാണ്. അത് ദംഷ്ട്രകൾ കൊണ്ട് ഭീതിയെ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയുള്ളതായ നിന്റെ ഈ മുഖങ്ങളെ കണ്ടിട്ട് ദൃഷ്ടൈവ കാലാനല സന്നിഭാനി. ഈ പ്രളയകാലത്തെ എല്ലാം വിഴുങ്ങുന്ന തീയുണ്ടല്ലോ, അതാണ് കാല അനലൻ. ആ പ്രളയകാലത്തെ തീയ്, ആ തീക്ക് തുല്യമാണ് നിന്റെ മുഖത്തിന്റെ രൂപം. ആ മുഖത്തിൽ നിന്ന് നാലുപാടും ഇങ്ങനെ പാഞ്ഞു കയറുന്ന ആ തീയ്, അങ്ങനെയുള്ളതായ ആ തീയ്, ആ തീ പുറപ്പെടുന്നതായ ദംഷ്ട്രാകരാളങ്ങളായിരിക്കുന്ന നിന്റെ ആ മുഖങ്ങൾ, ഇതെല്ലാം ദൃഷ്ടൈവ കണ്ടതുകൊണ്ട് തന്നെ. അല്ലയോ ഭഗവാനെ, ഞാൻ തളർന്നുപോയി. ദിശോനജാനെ, എനിക്ക് ദിക്കറിയാൻ കഴിയുന്നില്ല, ദിക്കുകൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. നല്ല ഭേജ ശർമ്മ, നല്ല ഭേജ ശർമ്മ, എനിക്ക് ശർമ്മ ഉണ്ടാകുന്നില്ല, എനിക്ക് സമാധാനം ഉണ്ടാകുന്നില്ല, സന്തോഷം ഉണ്ടാകുന്നില്ല, ശാന്തി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പ്രസീദ ദേവേശ ജഗന്നിവാസ, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അല്ലയോ ഭഗവാനെ, നീ എന്നിൽ പ്രസാദിച്ചാലും എന്നിൽ കഴിഞ്ഞാലും നിന്റെ ഈ ഭയങ്കരമായ രൂപം അതെനിക്ക് കാണാൻ പറ്റുന്നില്ല, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പേടിച്ചു പോകുന്നു, സമസ്ത ജീവരാശിയും പേടിച്ചു പോകുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാനിതാ കാണുന്നത് ഭീകരമായ സംഭവങ്ങളാണല്ലോ. അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഹ. നിന്റെ ഈ വായ്ക്കുള്ളില് ധൃതരാഷ്ട്രന്റെ മക്കൾ എല്ലാവരും ഇങ്ങനെ പാഞ്ഞു കയറിപ്പോവാണ്. കാറ്റത്ത് എങ്ങനെയാണോ കരിയിലകൾ പറക്കുന്നത്, കരിയിലകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റൂല. ഏതോ ഒരു അദൃശ്യ ശക്തിയാൽ, അത് നിന്റെ തന്നെ ശക്തിയാണ്, ആ ശക്തിയാൽ നീതരായിട്ട് അമീജ, ഈ ധൃതരാഷ്ട്രസ്യ പുത്രാഹ, ധൃതരാഷ്ട്രന്റെ മക്കൾ ആ 100 പേരും അവരുടെ കൂടെ അവരെ സഹായിക്കാനായിട്ട് അണിനിരന്നിരിക്കുന്നവര് എല്ലാം സർവേ സഹൈവ അവനിപാല സംഘൈഹി, അവരോടൊപ്പം നിൽക്കുന്ന എല്ലാ അവനിപാലന്മാരുടെ രാജാക്കന്മാരുടെ സംഘങ്ങളും എല്ലാവരും, അവരിൽ ഏതാനും പേരുടെ പേര് കൂടി പറയാണ്. ഭീഷ്മോ ദ്രോണ സൂതപുത്രസ്തഥാസൗ. ഭീഷ്മൻ, ദ്രോണൻ, സൂതപുത്രൻ, കർണൻ. ഇതിൽ നിന്നിട്ട് രജസിന്റെ ആ സ്പന്ദനം അറിയാം. കർണനാരെന്ന്, കർണനും താനും തമ്മിലുള്ള ബന്ധം എന്തെന്ന് അർജുനൻ അറിഞ്ഞൂടാ. എങ്കിലും കർണന് ക്ഷീണം ഉണ്ടാക്കുന്ന വാക്കേ പറയും. സൂതപുത്രൻ,
കർണൻ അത് ബുദ്ധിമുട്ടാണ്. അപ്പോ അർജുനന്റെ മനസ്സിൽ അല്പം ഇതാ രജസ് സ്പന്ദിച്ചു പോയി. ഇല്ലെങ്കിൽ കർണൻ എന്ന് പറഞ്ഞാൽ മതി. കർണൻ എന്ന് പറയാതെ സൂതപുത്ര, അതാണ് ആ വാക്കുകൾ. ആ വാക്കുകളെല്ലാം വ്യാസൻ നമ്മെ കേൾപ്പിക്കുന്ന ആ വാക്കുകൾ അതെത്ര കൃത്യമായിട്ട് ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന ആ സ്വഭാവവിശേഷങ്ങളുടെ ചലനത്തെ എല്ലാം നമുക്ക് അനുഭവപ്പെടുത്തി തരുന്നു എന്നുള്ളതാണ്. ഭീഷ്മനും ദ്രോണനും സൂതപുത്രനും ഒക്കെ എന്ന് മാത്രമല്ല, സഹാസ്മദീയൈരപി യോധമുഖ്യൈഹി, ഞങ്ങളുടേതായിട്ടുള്ള എന്റേതായിട്ടുള്ള എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് വന്നു ചേർന്നിരിക്കുന്ന വളരെ പ്രമാണികളായിട്ടുള്ള യോദ്ധാക്കളോടൊപ്പം വക്രാണിതേ ത്വരമാണോ വിശന്തി, നിന്റെ ഈ വക്രങ്ങളിൽ നിന്റെ ഈ വായ്ക്കുള്ളിലേക്ക് തീ ഇങ്ങനെ നാലുപാടും പ്രസരിക്കുന്നതായ വായ്ക്കുള്ളിലേക്ക് ത്വരമാണ വളരെയേറെ തിടുക്കത്തോടുകൂടി ഇങ്ങനെ അവരെല്ലാം പാഞ്ഞു കയറി പോവാണ്. ആ വായ എങ്ങനെയുള്ളതാണ്? ദംഷ്ട്രാകരാളാണി ഭയാനകാനി, ദംഷ്ട്രകൾ കൊണ്ട് അങ്ങേയറ്റം ഭയം ഉളവാക്കുന്നവയാണ്. കരാളങ്ങളാണ്, അപകടകാരികളാണ്, ഭയം ഉളവാക്കുന്നവയാണ്. അവിടേക്ക് ഇവരെല്ലാം പാഞ്ഞു കയറി പോവാണ്. അങ്ങനെ പാഞ്ഞു കയറി പോകുമ്പോഴോ കേജിദുലജ്ഞാദശനാന്തരേഷു സന്ദൃശ്യന്തേ ചൂർണിതൈരുത്തമാങ്കൈ, പലരും ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്. നിന്റെ ആ പല്ലുകൾക്കിടയിൽ പെട്ടിട്ട് അവരുടെ എല്ലാം തല പിളർന്ന് രക്തം അണിഞ്ഞ് ഇങ്ങനെ എനിക്ക് കാണപ്പെടുന്നു. അല്ലയോ ഭഗവാനെ, എൻ്റെ കൂടെയുള്ളവർ, ധൃതരാഷ്ട്രന്റെ മക്കളുടെ കൂടെയുള്ളവർ, ഭീഷ്മൻ ദ്രോണൻ, അവരോട് എനിക്ക് വളരെയേറെ ആദരവുണ്ട്. എൻ്റെ അപ്പൂപ്പനാണ് ഒരാള്, എൻ്റെ ഗുരുനാഥനാണ് ഒരാള്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടെ പിന്നെ സൂതപുത്രൻ, എല്ലാവരും കൂടി ഇങ്ങനെ അങ്ങയുടെ വായ്ക്കകത്തേക്ക് കയറി പോകുന്നു. ഈ ഭീകരമായ ദൃശ്യം കണ്ടിട്ട് അല്ലയോ ഭഗവാനെ, എനിക്ക് സഹിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. തീ ഇങ്ങനെ സന്ധ്യാസമയത്ത് ആളിക്കത്തുന്നത് കാണുമ്പോൾ ശലഭങ്ങളെല്ലാം പറന്നു വീഴുമല്ലോ അതിന്റെ പുറത്ത്, അതേപോലെയാണ് ഇവരെല്ലാം പറന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള അങ്ങ് ആരാണ് എന്ന് എനിക്ക് പറഞ്ഞു തരണം. 31-ാമത്തെ ശ്ലോകം. ആഖ്യാഹിമേ കോ ഭഗവാൻ ഭവാനുഗ്രരൂപോ, ആഖ്യാഹിമേ കോ ഭവാനുഗ്രരൂപോ, ഉഗ്രരൂപിയായ അങ്ങ് ആരാണ് എന്ന് അല്ലയോ ഭഗവാനെ എനിക്ക് പറഞ്ഞു തരണം എന്ന് അർജുനൻ ഭയത്തോടു കൂടിയിട്ട്, എന്താ രജസ് വളർന്നു കഴിഞ്ഞാൽ ഭയമൊക്കെ ഉണ്ടാകും. അതോടുകൂടിയിട്ട് ഭഗവാനോട് പറഞ്ഞപ്പോ സാത്വിക പ്രാണൻ അപ്പോഴും പ്രബലമായി നിൽക്കുന്നത് കൊണ്ട് ഭഗവാന്റെ ആ വിശ്വരൂപം കാണാം. പക്ഷെ അതിപ്പോ ഭയാനകമായിട്ട് കാണപ്പെടുന്നു. ഭഗവാൻ മറുപടി പറയാണ്. ഭഗവാനുവാച, ഭഗവാൻ പറഞ്ഞു 32-ാമത്തെ ശ്ലോകം. കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തും ഇഹ പ്രവൃത്ത, ഈ ലോകത്തെ മുഴുവൻ സമാഹർത്തം സംഹരിക്കുന്നതിന് വേണ്ടി, ഉപസംഹരിക്കുന്നതിന് വേണ്ടി, തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എന്നിൽ നിന്ന് പുറത്തെടുത്തതാണ് ഈ ലോകം. ആ ലോകത്തെ മുഴുവൻ തിരിച്ചെന്നിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവൃത്ത, ഇങ്ങനെ പുറപ്പെട്ടിരിക്കുന്നവനായ, അതിനുവേണ്ടി തയ്യാറെടുത്ത് കർമ്മരംഗത്ത് ഇറങ്ങി നിൽക്കുന്നവനായ, ഒരുങ്ങി നിൽക്കുന്നവനായ, ലോകക്ഷയകൃത്ത്, ലോകത്തെ മുഴുവൻ ധ്വംസിക്കുന്നവനായ, നശിപ്പിക്കുന്നവനായ, കാലോസ്മി, കാലമാണ് ഞാൻ കാലമാണ്. ഈ ലോകത്തെ ഉണ്ടാക്കുന്നത് ഞാനാണ്, ലോകത്തെ നിലനിർത്തുന്നത് ഞാനാണ്, ലോകത്തെ പ്രവർത്തിപ്പിക്കുന്നവൻ ഞാനാണ്, പറ്റിയ സമയത്ത് ലോകത്തെ ഉപസംഹരിക്കുന്നത് ഞാനാണ്. ഇവിടെ ചക്രവർത്തി എന്നും രാജാവെന്നും ഭരണാധിപൻ എന്നും പറഞ്ഞ് പലരും കോലാഹലം ഉണ്ടാക്കി നടക്കുന്നുണ്ട്. അവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അർജുന, നിനക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ ആവശ്യമൊന്നുമില്ല ഈ കുരുക്ഷേത്രത്തിലെ യുദ്ധം നടത്താൻ. ഹൃദയവിത്വാം ന ഭവിഷ്യന്തി സർവേ ഏ അവസ്ഥിത പ്രത്യനീകേഷു യോദ്ധാ, ഈ രണ്ട് സൈന്യ വിഭാഗങ്ങളുണ്ട്, ശത്രുവായി നിൽക്കുന്ന സൈന്യ വിഭാഗങ്ങൾ. ഈ രണ്ടു കൂട്ടരിലും ഒരാളും അവശേഷിക്കില്ല. അവരെയൊക്കെ ഞാൻ കൊന്നു നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ നീ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഇങ്ങനെ രണ്ടു വശത്തും വലിയ ഭയങ്കരമായ ആനപ്പുറത്തും കുതിരപ്പുറത്തും തേരിലും ഒക്കെ നിൽക്കുന്നതായിട്ട് കാണും. എല്ലാത്തിനെയും കൊന്നു നിർത്തിയിരിക്കുകയാണ് ഞാൻ. നിന്റെ ആവശ്യമൊന്നുമില്ല. നിന്നെ കൂടാതെ തന്നെ ഹൃദയവിത്വാം, നിന്നെ കൂടാതെ തന്നെ, നീ ഗാണ്ഡീവം കുലയ്ക്കാതെ തന്നെ, നീ അമ്പുകൾ ചെയ്യാതെ തന്നെ, നിന്റെ തേരി പടക്കളം മുഴുവൻ ഓടി നടക്കാതെ തന്നെ, ന ഭവിഷ്യന്തി സർവേ, ഈ രണ്ട് വശത്ത് നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആരും അവശേഷിക്കില്ല. 18 അക്ഷൗഹിണികൾ അവസാനം അവശേഷിച്ചത് ആരെന്ന് എത്ര പേരെന്നറിയോ? 10 പേര്. 7 പേര് പാണ്ഡവപക്ഷത്തും 3 പേര് കൗരവപക്ഷത്തും. ആ 3 പേരും ഓടി ഒളിച്ചു.
എന്താ പാണ്ഡവരുടെ മുമ്പ് നിൽക്കാൻ പറ്റൂല. അവർ 7 പേരേ ഉള്ളൂ. അതിൽ ഒന്ന് കൃഷ്ണൻ, വേറൊന്ന് സാത്വികി, മറ്റത് ഇവര് സഹോദരങ്ങൾ 5 പേര്. ഇത്ര പാണ്ഡവപക്ഷത്ത് അവശേഷിച്ചു. കൗരവപക്ഷത്തോ കൃതവർമാവ് അശ്വത്ഥാന. അവർ 3 പേരും ഓടി രക്ഷപ്പെട്ടു. അതാണ്, നീ ഇല്ലെങ്കിൽ പോലും ഇവര് ആരും അവശേഷിക്കില്ല. എന്താ നീ അല്ല കൊല്ലുന്നത്? എന്താ നീ തുടക്കത്തിൽ പറഞ്ഞേ? എനിക്ക് ഇവരുടെ ആരുടെയും മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റൂല, ഇവരെല്ലാം എന്റെ ബന്ധുക്കളാണ്, ആ ബന്ധുക്കളെ എനിക്ക് കൊല്ലാൻ പറ്റൂല, ഇവരുടെ രക്തം കൊണ്ട് പങ്കിലമായ സിംഹാസനം എനിക്ക് വേണ്ട, അതേപോലെ ഇവരുടെ രക്തം കൊണ്ട് കുതിർന്നതായിട്ടുള്ള സമ്പത്ത് എനിക്ക് വേണ്ട, അധികാരം എനിക്ക് വേണ്ട, കൃഷ്ണ ഇതിനേക്കാളും നല്ല പിച്ചയെടുക്കലാണ്, ഇല്ലെങ്കിൽ ഞാൻ കാട്ടിലേക്ക് പോയിക്കൊള്ളാം. ഇതൊക്കെ നീ പറഞ്ഞ് നീയൊക്കെ ഇവരെ കൊല്ലുന്നു എന്നാണോ നിന്റെ വിചാരം? നീ ഒന്നുമല്ല, നിമിത്തം മാത്രം ഭവ സവ്യസാചൻ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. മൈ വേറ്റേ നിഹത പൂർവമേവ. അത് പറയാൻ പോണു. ഇവരെയെല്ലാം ഞാൻ നേരത്തെ കൊന്നു നിർത്തിയിരിക്കുകയാണ്. നീ നിമിത്തം മാത്രം, ഒരു ഉപകരണം മാത്രം. നീ ഗാന്ധീവം കുലച്ചില്ലെങ്കിലും അമ്പ ഇതില്ലെങ്കിലും ഇവരെല്ലാം ഞാൻ കൊല്ലും. കാരണം അവരത് അർഹിക്കുന്നു. ഇതിനെ മുഴുവൻ, ലോകത്തെ മുഴുവൻ ഉപസംഹരിക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. അതാണ് തസ്മാത്, അക്കാരണത്താൽ നീ ഇവിടെ നട്ട് ഓടിയിട്ട് കാര്യമില്ല. തസ്മാത്വം ഉത്തേഷ്ട, അതിനാൽ നീ എണീക്കൂ. ഇവരെല്ലാം കൊന്ന് യുദ്ധം ജയിക്കുന്നത് ഞാനാണ്. കാലോസ്മി, അങ്ങനെയുള്ള കാലമാണ് ഞാനാണ് ജയിക്കുന്നത്. പക്ഷെ ലോകം വിചാരിക്കും നീയാണ് ജയിക്കുന്നത്. അങ്ങനെ നിനക്ക് യശസ്സുണ്ടാകും. ആ യശസ് നീ നേടണം. ധാർമ്മികന്മാർക്ക് യശസ്സുണ്ടാകണം. ധാർമ്മികന്മാർക്ക് യശസ് കൈവരും. ധാർമ്മികന്മാർക്ക് സമ്പത്ത് കൈവരും. ധാർമ്മികന്മാർക്ക് ലോകത്തിൽ ആനന്ദം കൈവരും. ഇത് ലോകത്തിന് തിരിച്ചറിയാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് നീ ജയിക്കണം. യുധിഷ്ഠിരൻ കിരീടം വയ്ക്കണം. അതിനു വേണ്ടിയിട്ട് നിനക്ക് ഞാൻ അവസരം തന്നിരിക്കുകയാണ്. വില്ലെടുക്ക്. നിന്റെ വില്ല് ഞാനാണ്. ആ വില്ലിൽ കെട്ടിയിരിക്കുന്ന ഞാനാണ്. അതിൽ തൊടുക്കുന്ന അമ്പുകൾ ഞാനാണ്. ആ അമ്പയാളെ കരുത്ത് ഞാനാണ്. കൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തപ്പോ അർജുനൻ ഗാന്ധീവം എടുക്കാൻ ശ്രമിച്ചത് മഹാഭാരതത്തിലെ അവസാന ഭാഗമാകുമ്പോഴേക്കും ആ ഭഗവാന്റെ തിരോധാന സമയം മൗസലം ഇരുമ്പുലക്ക ആ മൗസല പർവ്വത്തെ നമുക്ക് കാണാം. അർജുനൻ വിചാരിച്ചിട്ട് വില്ലെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അർജുനൻ താൻ ആഗ്രഹിച്ച് ചെയ്യാൻ പറ്റാതെ അവിടെയുള്ള ഗോപസ്ത്രീകളെയെല്ലാം കാട്ടാളന്മാരിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതെ അർജുനൻ തിരിച്ചു പോകേണ്ടി വന്നു. ആ വില്ലിന്റെ ബലം ഭഗവാനാണ്. അതാണ്, നീ അല്ല ഇതൊന്നും ചെയ്യുന്നത്, ഇതെല്ലാം ഞാൻ ചെയ്യുന്നു. പക്ഷേ യശസ് മുഴുവൻ നിനക്ക് വരണം. അതിനു വേണ്ടിയിട്ടാണ് നിനക്ക് ഞാൻ അവസരം തന്നിരിക്കുന്നത്. തസ്മാത്വം ഉത്തേഷ്ട, അതിനാൽ നീ എണീക്കൂ. യശോ ലഭസ്വ, യശസ് നേടൂ. ജിത്വാ ശത്രുൻ, എങ്ങനെയാ യശസ് നേടേണ്ടത്? ശത്രുൻ ജിത്വ, ശത്രുക്കളെ ജയിച്ചിട്ട് ഭുങ്ഷ രാജ്യം സമൃദ്ധമായ നാട് അനുഭവിച്ചുകൊള്ളുക. മയൈവേതേ നിഹിത പൂർവമേവ, നേരത്തെ തന്നെ ഈ പടക്കളത്തിൽ വരുന്നതിന് മുമ്പേ തന്നെ ഇവരെയൊക്കെ ഞാൻ കൊന്നു നിർത്തിയിരിക്കുകയാണ്. നിമിത്തം മാത്രം ഭവ സവ്യസാചൻ, അല്ലയോ അർജുന. ഇടത് കൈ കൊണ്ടും അമ്പെയ്യുന്നവൻ, അതാണ് സവ്യസാചൻ. അങ്ങനെയുള്ള അല്ലയോ അർജുന, നീ നിമിത്തം മാത്രമാണ്. നീ എന്തു ചെയ്യണം? ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനപി യോധവീര്യാൻ. ദ്രോണനെയും ഭീഷ്മനെയും ജയദ്രഥനെയും കർണനെയും പിന്നെ അന്യാനവ യോധവീരാൻ, മറ്റ് വീരന്മാരായ യോദ്ധാക്കളെ എല്ലാ പേരെയും. ഇവരൊക്കെ എങ്ങനെയുള്ളവരാണെന്നറിയോ? മയാഹതാൻ, ഞാൻ കൊന്നവരാണ്, എന്നാൽ കൊല്ലപ്പെട്ടവരാണ്. അവരെയൊക്കെ ത്വം ജഹി, നീ കൊന്നാലും. ഞാൻ കൊന്ന ഇവരെയൊക്കെ നീ കൊന്നാലും. ലോകം നീ ഇത് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കണം. ഇങ്ങനെ ഭഗവാൻ തന്റെ വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുത്തിട്ട് അർജുനൻ ചെയ്യേണ്ടതായ ആ കർത്തവ്യം അർജുനനെ കേൾപ്പിച്ചു. ശ്ലോകം 41. അർജുനൻ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഭഗവാനോട് പറയണം, അല്ലയോ ഭഗവാനെ, സഖേതി മത്വ പ്രസഭം യദുക്തം. ഇത്രയും കാലം നിന്റെ യഥാർത്ഥ രൂപം ഭഗവാനെ ഞാൻ മനസ്സിലാക്കിയില്ല. നീ എൻ്റെ ബന്ധുവാണെന്ന് കരുതി, എൻ്റെ കൂട്ടുകാരനെന്ന് കരുതി, സഖേതി മത്വ, നീ എൻ്റെ കൂട്ടുകാരനെന്ന് കരുതിയിട്ട് ഞാൻ പല കളിവാക്കുകളും നിന്നോട് പറഞ്ഞു. ഏകാന്തതയിൽ നിന്നെ ഞാൻ കളിയാക്കി, നാട്ടുകാരുടെ മുമ്പ് വെച്ച് നിന്നെ ഞാൻ കളിയാക്കി, നിന്നെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം അല്ലയോ അച്യുത, യാതൊരു പതനവും ഇല്ലാത്തവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അങ്ങനെയുള്ള അല്ലയോ അച്യുത, നീ തത് ക്ഷാമയേ, നീ അത് ക്ഷമിക്കണം.